കുരുതിയും രക്തപുഷ്പാഞ്ജലിയും അമ്മ ഈ പല ആൾക്കാരും ദേവീക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി കൊടുക്കാറുണ്ട്. ഈ കുരുതിയും രക്തപുഷ്പാഞ്ജലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഒന്ന് പറയാമോ? ഈ രക്തപുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ ശത്രുദോഷം തീരാനാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലാണ് രക്തപുഷ്പാഞ്ജലിയും ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തുന്നത്. ശരി, നമ്മുടെ കിഴക്കാവിലുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ രക്തപുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷത്തിന് വളരെ കുറയും. ശത്രുദോഷം നമ്മൾ 11 ചൊവ്വാഴ്ച നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, ഭയങ്കര പവറാണ് കേട്ടോ ചെമ്പരത്തിമാല ദേവിക്കുണ്ട്. അപ്പോൾ ഈ ശത്രുദോഷത്തിന് എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും ചെമ്പരത്തിമാല കിട്ടാറില്ല, തെറ്റിപ്പൂ കിട്ടാറുണ്ട്. ചെമ്പരത്തി കൊണ്ട് നട്ടുവളർത്തിയാൽ മതിയല്ലോ. 5 ചെമ്പരത്തി ഭയങ്കര പവറാണ്. ദേവിക്ക് ചാർത്തിയ വളരെ ഇതാണ് ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തിമാല ഇതൊക്കെ ചാർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഗുരുതി എന്ന് പറഞ്ഞാൽ അത് ചോറ്റാനിക്കര ഗുരുതി പ്രധാനപ്പെട്ട ഒരു ഗുരുതിയാണിത്. ആ ഗുരുതി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നെഗറ്റീവ് ആൾക്കാർക്ക് തുള്ളി തുടങ്ങും. പിന്നെ നമ്മുടെ വീടുകളിൽ ദോഷങ്ങൾ ദൃഷ്ടിയൊക്കെ വന്ന് നമുക്ക് ചെയ്യാം. ഗുരുതി ഒഴിയുക എന്നൊരു സംഭവമുണ്ട്. ഗുരുതി ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളെയോ വലിയവരെയൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ തിരി നനച്ചിട്ട് അതിൽ ഒരു മന്ത്രമൊക്കെ ഉണ്ട്. മന്ത്രം നമുക്ക് പറയാൻ പറ്റില്ല. അത് ജപിച്ച് ഈ ഗുരുതിയിലേക്ക് ഇടും. ഒരു പാത്രത്തിൽ ഗുരുതി ഉണ്ടാക്കിയത് സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയത് ഇട്ട് കഴിഞ്ഞിട്ട് അത് പുറത്തുകൊണ്ടുപോയി കമത്തി കളഞ്ഞിട്ട് 2 കൊട്ടും. എന്തിനാണെന്നറിയാമോ? നെഗറ്റീവൊക്കെ ഇനി പൊക്കോളും. വലിയ വലിയ ഹോമങ്ങളും പൂജയ്ക്കൊക്കെ പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. അതാണ് ഗുരുതി ഒഴിയുക എന്ന് പറയും. അതൊരു ഇതാണ്. പിന്നെ കല്യാണം കഴിച്ച് വരുമ്പോൾ ഗുരുതി ഒഴിയില്ലേ? കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഗുരുതി ഒഴിയുമല്ലോ. അതൊക്കെ എന്തിനാണ്? ഇവർക്ക് ഈ കല്യാണം കഴിച്ച് വരുമ്പോൾ ആഭരണങ്ങളും ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുക. അപ്പോൾ അവർക്ക് ദൃഷ്ടി വന്നിട്ട് ആ ദൃഷ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുതി ഒഴിഞ്ഞ് കളയാം. അതുപോലെ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഗുരുതി ഒഴിഞ്ഞ് കളയും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ 28 വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്ലാവിലയിൽ ഇത് തിരിവെച്ച് ഗുരുതി ഒഴിഞ്ഞ് കളയും. ദൃഷ്ടി ഒഴിയാന്ന് പറയും. ഗുരുതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ഒരു വഴക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പ്രശ്നം വന്നാൽ ഗുരുതി ഉണ്ടാക്കിയിൽ കർപ്പൂരം കത്തിച്ചിടും അതിലേക്ക്. എന്നിട്ട് അത് പുറത്തേക്ക് ഒഴിക്കും. അപ്പോഴും നമുക്ക് ദോഷങ്ങൾ തീരും. ഇങ്ങനെ ഗുരുതി കൊണ്ട് അനവധി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പം നിരന്തരമായിട്ട് രോഗാവസ്ഥയും എന്താ അസുഖം ഉണ്ടോ ഇല്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പം തേങ്ങ ഒഴിഞ്ഞു കൊണ്ടുവന്നിട്ട് ഗുരുതി അതിൽ പ്രാർത്ഥിച്ച് ചായ നോക്കിയിട്ട് ഗുരുതി ഒഴിച്ചിട്ട് മന്ത്രം ഉണ്ട് അതിനൊക്കെ. എന്നിട്ട് അതിലേക്ക് തിരി ഒഴിഞ്ഞ് കത്തിച്ചിട്ടിട്ട് അത് വെട്ടിപ്പൊളിച്ച് ദൂരെ കൊണ്ട് കളയും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഗുരുതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. പിന്നെ ഗുരുതിയുണ്ട് സാധാരണ ഒരു ഫലം. പിന്നെ മറ്റുള്ള രീതി ബ്ലാക്ക് മാജിക് ആയിട്ട് ചെയ്യുന്നവർ കോഴി ആടിനൊക്കെ വെട്ടിയില്ല. അത് നമുക്ക് വേണ്ട, അത് ശരിയാവില്ല. നമുക്ക് സാധാരണ മഞ്ഞളും ചുണ്ണാമ്പുള്ള ഗുരുതി മതി. ആ ഗുരുതിക്കകത്ത് പിന്നെ നമുക്ക് ഒരുപാട് ദുഷ്ടങ്ങളും ദുരിതങ്ങളും ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ മണ്ണിൻ്റെ കലത്തിൽ ഗുരുതി ഉണ്ടാക്കും. അത് കുറച്ച് മതി. 3/4 ഭാഗം ഗുരുതി ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ശർക്കര ഇടും, നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പോൾ കടും ഗുരുതിയായി. ഈ ഗുരുതിയിലേക്ക് നോക്കി കാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലഞ്ച മാംജ പാലയമാം ഇതങ്ങോട്ട് 10 മിനിറ്റ് ജപിക്കുക. വിളക്കത്തിച്ചിട്ട് സന്ധിക്കുക. എന്നിട്ട് എല്ലാ മുറികളിലും കൊണ്ട് കാണിക്കുക. എല്ലാ മുറികളും പോയിട്ട് പ്രാർത്ഥിക്കുക. എന്തിനാണ്? വെറുതെ കാണിച്ചാൽ പോരാ. ഓരോ മൂലയിലും കാണിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കുഴിച്ചിടും. ഒരു പട്ട് വെച്ച് കെട്ടിയിട്ട്. അപ്പോൾ 2 മാസത്തേക്ക് ഈ വക നെഗറ്റീവ് ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അതൊരു പഴയ സമ്പ്രദായം. മുത്തച്ഛനെ എഴുതി വെച്ചതാണ്. എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ. ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരം ജോത്സ്യനായിരുന്നു അമ്മമ്മയുടെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിലുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് രോഗദുരിതങ്ങളും ഈ അസുഖമുണ്ട് ഹോസ്പിറ്റലിൽ പോയി അസുഖമില്ല അങ്ങനത്തെയൊക്കെ സമ്പ്രദായം വരുമല്ലോ. അപ്പോൾ അതിന് നെഗറ്റീവ് എനർജി മാറ്റാണ്ട് ഏറ്റവും നല്ല സമ്പ്രദായമാണ് ഗുരുതി ഉണ്ടാക്കുക, ഗുരുതി ഒഴിയുക, പിന്നെ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ ഇതൊന്നും പറ്റാത്ത എന്ത് ചെയ്യും? ഫ്ലാറ്റ് താമസിക്കുന്നവർക്ക് കുഴിച്ചിടാൻ പറ്റുമോ? അപ്പോൾ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ഇതൊക്കെ വളരെയധികം നല്ലൊരു സമ്പ്രദായമാണ്. പിന്നെ ഗുരുതി, അമ്പലത്തിൽ ഗുരുതി, കൈവട്ട ഗുരുതി എന്ന സംഭവമുണ്ട്. കൈവട്ട ഗുരുതി ഭദ്രകാളി ക്ഷേത്രത്തിൽ. എല്ലാ ക്ഷേത്രങ്ങളൊന്നുമില്ല, പക്ഷെ അത് നല്ലതാണ്. ചോറ്റാനിക്കര കിഴക്കാവിലെ രക്തപുഷ്പാഞ്ജലി ഇല്ല, ഗുരുതി പുഷ്പാഞ്ജലിയേ ഉള്ളൂ. ഈ കൈവട്ട ഗുരുതി കഴിച്ചാലും നല്ലതാണ്. അങ്ങനെ ഗുരുതി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു അണുനാശിനിയാണ് ഗുരുതി. നമുക്ക് കൈവശം ഉണ്ടെന്ന് വിചാരിക്കാം. നിരന്തരം സ്ഥിരമായിട്ട് ദേവീക്ഷേത്രത്തിൽ പോവുക, ഗുരുതി പ്രസാദം മേടിച്ച് കഴിക്കുക, അതൊക്കെ പോകും. അത്ര പവർഫുള്ളാണ് ഗുരുതി എന്ന് പറയുന്നത്. ഈ നമ്മൾ ചോറ്റാനിക്കര പോകുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും ഗുരുതിയുള്ള കേരളത്തിലെ ഒരു അമ്പലമാണല്ലോ ചോറ്റാനിക്കര എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുൾ ആണ്. 3 വലിയ ഉരുളിയിലെ ഗുരുതി കാണാൻ. 12 പാത്രം ഗുരുതിയൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ ഈ ഗുരുതി പ്രസാദം ആൾക്കാർ ഭയങ്കര അടിയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി.
വീട്ടിനകത്തുള്ള നെഗറ്റീവ് എനർജിയെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ആൾക്കാർ കഴിക്കുകയും ചെയ്യും. അമ്മ പറഞ്ഞ പോലെ വയറിനകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പോകുമെന്നുള്ളതാണ് വിശ്വാസം. ഇനി ഈ കുരുതി സമയങ്ങളിലാണ്, കുരുതിയുടെ ഈ പറയുന്ന പൂജ നടക്കുന്ന സമയങ്ങളിലാണ് നെഗറ്റീവ് തുള്ളും. അവിടെ അടുത്തിരിക്കുന്നവരൊക്കെ വളരെ പെട്ടെന്ന് തുള്ളി തുടങ്ങും. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അറിയില്ല, വിധം മാറും, വളരെ പെട്ടെന്ന് മാറും, ക്യാരക്ടർ ചേഞ്ച് ആവുന്നു, ഫേസ് ചേഞ്ച് ആവുന്നു. അപ്പോൾ ഈ കുരുതി അത്രയും പവറാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഈ കുരുതി കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്വാഭാവികമായിട്ട് നോർമലി ആയി പോകും. തീർത്ഥം സവിക്കും, ദേവിയുടെ തീർത്ഥം തളിക്കുമ്പോൾ എല്ലാവരും ഒതുങ്ങി, അത് മാറി. അത് അവിടുത്തെ ശക്തിയാണ്. അതേപോലെ അവിടെ ഗുരുതിക്കൂട്ടുന്ന സംഭവമുണ്ട് കിഴക്കാവില്. നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുരുതി ബുക്ക് ചെയ്തൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതുപോലെ തിരക്കാണ് അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതിക്കൂട്ട് വാങ്ങിച്ച് സമർപ്പിക്കും ദേവിക്ക്. ആ ഗുരുതിക്കൂട്ട് ഗുരുതിയിലേക്ക് ചേർക്കുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ ഫലം നമുക്കും ഒരു ഭാഗം, നമ്മളും അതിനൊരു ഭാഗവാക്കായി നടത്തും. ഗുരുതിക്കൂട്ടല്ലേ? ഗുരുതിക്കൂട്ട് അത് 60 റുപ്പീസ് അത്രയൊക്കെ ഉള്ളൂ. അത് ഭയങ്കര പവർഫുള്ളാണ്. പിന്നെ വേറെ തെക്കോട്ടെ ഗുരുതി നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ പല സ്ഥലങ്ങളിലും കൈവെട്ടക ഗുരുതി ഭദ്രാളി ക്ഷേത്രങ്ങളിലുണ്ട്. കൈവെട്ട ഗുരുതി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൊതുവെ ഉണ്ട്. കൈവെട്ട ഗുരുതി നല്ലതാ കഴിക്കണത്. എല്ലാ അമ്പലത്തിലും ഇല്ലാന്ന് തോന്നുന്നു. ഈ സാധാരണ രീതിയിൽ എല്ലാ ആൾക്കാരും മെയിനായിട്ട് ചെയ്യുന്നത് ഈ രക്തപുഷ്പാഞ്ജലിയാണ് എല്ലായിടത്തും കൊടുക്കുക. എല്ലായിടത്തും ഇല്ല, ചോറ്റാനിക്കര കിഴക്കാവിലില്ല, മുക്കോട്ടുണ്ട്, വലിയ മഹാക്ഷേത്രങ്ങളിലില്ല, ചെറിയ ക്ഷേത്രങ്ങൾ, ഭദ്രാളി ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. രക്തപുഷ്പാഞ്ജലി കഴിച്ചാൽ മതി. എല്ലാ ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലി കഴിക്കുക. നെയ്വിളക്ക്, അമ്മയ്ക്ക് ദീപം വേണമല്ലോ, വെറുതെ പുഷ്പാഞ്ജലി കഴിച്ചാൽ മതി. നെയ്വിളക്ക്, ദീപം, ഒരു ചെമ്പരത്തി മാല, ആഭരണം ഇതായി. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിരിക്കും. ഒരു 11 ചൊവ്വാഴ്ച വെറുതെ ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല. ഒരു കുറച്ച് ദിവസം 11 കണക്ക് പറയാൻ പാടില്ല. പക്ഷെ നമ്മളൊരു കണക്ക് പറയണം, അല്ലെങ്കിൽ ചെയ്യില്ലാരും. ഓരോ കഴിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. വിഷമാണ് ചെയ്യാൻ. ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരു ഗുരുതി കഴിച്ചു, മതിയോ എന്ന് ചോദിക്കാം. അവിടെ 11 നമ്മൾ കണക്ക് പോലെ നമ്മൾ ആരുമല്ല. അതേപോലെ തന്നെയാണ് ഗണപതി ഹോമം ഭഗവത് സേവ. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഭഗവത് സേവ നിരന്തരം ഒരു 5 വെള്ളിയാഴ്ച ചെയ്താലുണ്ടല്ലോ നടക്കാത്ത കാര്യം നടക്കും. വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ മാറും. ഗണപതിയും ഭദ്രകാളിയും, ഭദ്രകാളിയാണല്ലോ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഭഗവത് സേവ ചെയ്താൽ നമ്മൾ നടക്കാത്ത കാര്യം, വിവാഹ തടസ്സമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വളരെ പവർഫുള്ളാണ്. പിന്നെ അതേപോലെ തന്നെ ഗുരുതി വീട്ടിൽ ചുറ്റും തളിക്കരുത്. കാരണം പറയുന്ന ഈ ഗുരുതിയുടെ മഞ്ഞളും ചുണ്ടാകുമ്പോലെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ, പാമ്പുണ്ടാവുമല്ലോ, കണ്ണിലൊക്കെ പോയി പൊട്ടിയാൽ നമ്മുടെ കണ്ണിന് കേടുവരും. അപ്പം മുറ്റത്തും തളിക്കരുത്. കൊണ്ടുവന്ന് ഗുരുതി കൊണ്ടുവന്ന് ശുദ്ധമായിട്ട് വെക്കണം. പാമ്പും വയ്ക്കാട്ട് വെളിച്ചെണ്ണ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ കഴിക്കും. വീട്ടിൽ കൊണ്ടുപോയിക്കില്ല, കാരണം ശുദ്ധമില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ശുദ്ധം വൃത്തികൾ കുറവല്ലേ, വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഗുരുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കിണറിലൊഴിക്കും, സേവിക്കുക. എപ്പോഴും കഴിയുന്നിടത്തോളം പ്രസാദങ്ങൾ സേവിക്കുക. പൂജാമുറിയിലൊന്നും പ്രസാദം വെക്കാൻ പാടില്ല എന്ന് പറയാം. കാരണം അവിടെ ദേവന് ഇതുണ്ടല്ലോ, സാന്നിധ്യമുണ്ട്. പൂജാമുറി ഇരിക്കുന്ന ദേവന്മാർക്കൊക്കെ ശക്തി ഉണ്ടല്ലോ. അവർ വരികയല്ലേ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് അത് വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കണു, പിന്നെ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കണു. ഇതൊക്കെ പവർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ഇതുണ്ട്. വെങ്കടേശന് പൂജ ചെയ്യുന്നു, അപ്പോൾ പവർ വരികയാണ്. ഇതൊക്കെ ശരി. ഈ പൂജാമുറികളിൽ ഇങ്ങനത്തെ സംഭവം പ്രസാദങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് പലരും പറയാറുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ ദിവസവും നിത്യേന ജപം ഉള്ള അല്ലെങ്കിൽ നിത്യേന പ്രാർത്ഥനയുള്ള വീടുകളിൽ അവിടെ ഒരു പവർ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതിനൊരു ശക്തി ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ പറയുന്ന ശുദ്ധമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സംഭവം കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ഉപയോഗിച്ച പ്രസാദം കൊണ്ട് വയ്ക്കരുതെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഭദ്രാളി ക്ഷേത്രങ്ങളിലുള്ള രക്തപുഷ്പാഞ്ജലിയും കൈവെട്ട ഗുരുതിയും ഒരുപാട് പ്രശസ്തമാണ്. ഒരു കാര്യം കൂടി, സ്ഥലക്കച്ചവടം നടക്കാത്തവർക്ക് ഈ സ്ഥലം കച്ചവടം, എൻ്റെ കച്ചവടം ഇത് പറയേ, അപ്പം അവർക്ക് ദേവീ ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദം കൊണ്ടുവന്ന് അവിടെ കുഴിച്ചിടാം. നല്ലതാണ്. എപ്പോഴും കുഴിച്ചിടാൻ ഒരുപാടായി പോയില്ലേ, ഒരു പ്രാവശ്യം കുഴിച്ചിടാം. ആ സ്ഥലത്തിൻ്റെ പേരിൽ, ആ ഉടമസ്ഥൻ്റെ പേരിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂത്ര പുഷ്പാഞ്ജലി കഴിച്ചാൽ സ്ഥലം കച്ചവടമാകും പെട്ടെന്ന്. അനുഭവം ഉണ്ട് കേട്ടോ എനിക്ക്. അത് ദോഷങ്ങളില്ലാത്ത സ്ഥലമായിരിക്കും, നമ്മൾ നോക്കണം, ദോഷം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ചിലർ ഈ വേഗം കിട്ടാൻ വേണ്ടിയിട്ടേ അടുത്തുള്ളവരൊക്കെ നമുക്ക് നിസ്സാര വിലക്ക് കിട്ടാൻ വേണ്ടി വല്ലതൊക്കെ ചെയ്യണ്ടാവും. അത് പോകാനാണ് രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നത്. രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നത് മാറിക്കോളും. രക്തപുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തം കഴിക്കുക, അത് വേഗം നടക്കാൻ വേണ്ടിയിട്ട്. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയുടെ ആളല്ലേ, ഭൂമിയുടെ ഇതല്ലേ. എന്തായാലും സന്തോഷമേ. ഈ പറയുന്ന എല്ലാ പേർക്കും രക്തപുഷ്പാഞ്ജലിയും ഗുരുതിയും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഭദ്രാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർക്കുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും മാറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ
പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.